ഈ എപ്പിക് ഫ്യൂറിയുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ രൂപമൊക്കെ രൂപപ്പെടുത്തിയെടുത്തത് ഈ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ്. ഇതിനിടയിൽ ഇസ്രായേൽ തുടർച്ചയായി യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട്. ഇറാനെ തകർക്കാനായി ചില പ്ലാനുകൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ട്രംപ് അതിനെ ഇപ്പോൾ വിലക്കി. അതിന് ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഒരു സ്വാധീനമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. യുദ്ധം വേണമെന്ന ആവശ്യം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഇസ്രായേൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഇസ്രായേലിൽ ഒരു പൊതുവെ ഒരു ധാരണയുണ്ട്, യുദ്ധത്തിൽ തിരിച്ചടിയേറ്റത് ഇസ്രായേലിനാണ്, ഇറാൻ വിജയിച്ചു എന്ന തരത്തിലൊക്കെയുള്ള അഭിപ്രായ സർവേയൊക്കെ വന്നിരുന്നു. അപ്പോൾ യുദ്ധം തുടരുക എന്നുള്ളത് വ്യക്തിപരമായി നെതന്യാഹുവിന് അത്യാവശ്യമാണ്. അതിനുള്ള സമ്മതം വാങ്ങാനാകുമോ, അല്ലെങ്കിൽ അതിനുള്ള പിന്തുണ നേടാനാകുമോ ഒരുപക്ഷെ ഈ സന്ദർശനം നടത്തുന്നത്? അതിനുള്ള തുടർച്ചയായുള്ള ശ്രമങ്ങൾ ട്രംപിനെ കാണാൻ നെതന്യാഹു നടത്തുകയും ചെയ്തിരുന്നല്ലോ. സ്വാഭാവികമായും നെതന്യാഹുവിന് ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട കൂടിയാണ്. അദ്ദേഹത്തിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനപ്രീതി കുറയുന്നു എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ വരുമ്പോഴും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഒരു സുരക്ഷിതത്വം അത് വളരെ നിർണായകമാണ് എന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് ജനങ്ങളുമായി സംവദിക്കാനും ഒപ്പം അത് ആഗോള നേതാക്കളെ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമം അദ്ദേഹം തുടർച്ചയായി നടത്തുന്നുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന പ്രദേശത്തെ തുടർ നടപടികൾ, നീക്കങ്ങൾ എന്താകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ട്രംപുമായി ആവശ്യമാണ്. മാത്രവുമല്ല, ഈ ഹൂതികൾ അതുപോലെ ലെബനനുമായൊക്കെയുള്ള ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ആവശ്യമാണ്. ഇസ്രായേലിന് നേരിടുന്ന ഇത്തരം മറ്റ് ഇസ്രായേൽ വിരുദ്ധ ശക്തികളുടെയൊക്കെ ആക്രമണം എങ്ങനെ ചെറുക്കാൻ കഴിയുമെന്നത് ഒരു ചർച്ചയായി എപ്പോഴും നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇസ്രായേലിന് മുന്നിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വേറൊരു തരത്തിലുള്ള ഒരു ഡിബേറ്റ് ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി വെച്ച് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കാര്യം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്, സൊറാൻ മംദാനി ന്യൂയോർക്ക് ഭരിക്കുന്നുണ്ട്, പക്ഷേ താൻ സെപ്റ്റംബറിൽ അവിടെ എത്തും, യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി പങ്കെടുക്കാൻ എത്തും. നേരത്തെ സൊറാൻ മംദാനി പറഞ്ഞത് ഇദ്ദേഹത്തെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു നിലപാട് സൊറാൻ മംദാനിക്ക് അവിടുത്തെ മേയർക്കുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ വംശജൻ കൂടിയായ സൊറാൻ മംദാനി ഇസ്രായേലിൻ്റെ കടുത്ത എതിരാളിയാണ്. ഗാസയെയും വെസ്റ്റ് ബാങ്കിനെയും പാലസ്തീനെയും ഒക്കെ അനുകൂലിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ അതൊന്ന് കാണണം എന്ന തരത്തിലൊക്കെയുള്ള ഒരു വെല്ലുവിളി അദ്ദേഹം നടത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അവിടുത്തെ പ്രോസിക്യൂട്ടർ കരീം ഖാനെ പുറത്താക്കിയത് അറിയാമോ? അത് പല തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ഇൻ്റർനാഷണൽ കോർട്ടിലും നടക്കുന്നു. അതൊന്നും ന്യായീകരിക്കാനാകില്ല എന്ന ഒരു നിലപാട് ബെന്യാമിൻ നെതന്യാഹു എടുക്കുന്നു. സ്വാഭാവികമായും ആഗോള തലത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ ഉയർത്തി കാണിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. മറ്റൊന്ന്, ഇറാൻ വലിയ തോതിൽ ഫണ്ടിങ് ഒരു സ്പോട്ടാണ്. ചോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇസ്രായേൽ കാണുന്നത്. കാരണം ഇറാൻ ഒരു നിരന്തര യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഹൂതികളായാലും അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ ഇറാനെ അനുകൂലിക്കുന്ന, ഇസ്രായേലിനെ എതിർക്കുന്ന ഈ മിലിഷ്യ അല്ലെങ്കിൽ ആയുധ കയ്യിൽ വയ്ക്കുന്ന സംഘങ്ങൾക്ക് അവർക്ക് ഫണ്ട് നൽകാൻ കഴിയില്ല. അപ്പോൾ നിരന്തരമായി ഇറാനെ ഒരു സെക്യൂരിറ്റി ത്രെട്ടിൽ കൊണ്ട് നിർത്തുക എന്നത് ട്രംപിന് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ബെന്യാമിൻ നെതന്യാഹുവിന് വളരെ സുപ്രധാനമാണ്. കാരണം അത് ഈ തീവ്ര നിലപാടുകളുള്ള ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യുന്നതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഈ സന്ദർശനത്തിലുണ്ട്. നാളെയാണ് വൈറ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടക്കുക. സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.